സംസ്ഥാനത്തെ LDF, UDF, NDA സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുകയാണ്. കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ പത്രിക സമർപ്പിക്കാൻ കലക്ടറേറ്റിലേക്ക് എത്തി. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരും അല്പസമയത്തിനകം പത്രിക സമർപ്പിക്കും. അർജുൻ കല്യാടാണ് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. അർജുൻ, രാഹുൽ ഗാന്ധി പത്രിക സമർപ്പിച്ച അല്പസമയത്തിനോടകം തന്നെ മടങ്ങുകയാണ്. KPCC പ്രസിഡന്റ് കലക്ടറേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞോ? എപ്പോഴായിരിക്കും അദ്ദേഹത്തിന്റെ പത്രികാ സമർപ്പണം ഉണ്ടാവുക? എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്? ബിനിൽ, അതായത് KPCC പ്രസിഡന്റും കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥിയുമായിട്ടുള്ള കെ സുധാകരൻ അല്പസമയത്തിനകം തന്നെ കലക്ട്രേറ്റിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിക്കും. നൂറുകണക്കിന് പ്രവർത്തകരോടൊപ്പം വലിയ രീതിയിലുള്ള റോഡ് ഷോ ആയാണ് അദ്ദേഹം കലക്ട്രേറ്റിന് മുന്നിലേക്ക് എത്തിയത്. കലക്ട്രേറ്റിന് മുന്നിൽ നിരോധനാജ്ഞ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ ഈ വാഹന വ്യൂഹത്തിനൊന്നും തന്നെ ഈ മേഖലയിലേക്ക് കടക്കാനുള്ള അനുമതിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹവും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കാൻ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള 5 പേരോടൊപ്പം തന്നെ അദ്ദേഹം ഇപ്പോൾ കലക്ട്രേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. കെ സുധാകരൻ MP നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി സിറ്റിംഗ് MP കൂടിയായിട്ടുള്ള കെ സുധാകരൻ കലക്ട്രേറ്റിലേക്ക് എത്തുകയാണ്. എന്തായാലും രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ UDFൻ്റെ എല്ലാ നേതാക്കളുടെയും പത്രികാ സമർപ്പണം പൂർത്തിയാവുകയാണ്. കെ സുധാകരൻ ഇന്ന് ഉച്ചയോടുകൂടി രാവിലെയാണ് LDFൻ്റെ സ്ഥാനാർത്ഥി MP ജയരാജനും BJPയുടെ സ്ഥാനാർത്ഥി C രഘുനാഥും പത്രിക നൽകിയിട്ടുള്ളത്. ഇപ്പോൾ കണ്ണൂരിൽ കെ സുധാകരൻ UDFൻ്റെ സ്ഥാനാർത്ഥി കൂടി പത്രിക നൽകുന്നതോടുകൂടി ഈ മത്സരത്തിൻ്റെ ചിത്രം പൂർണ്ണമായും വ്യക്തമാവുകയാണ്. എന്തായാലും UDFൻ്റെ ജില്ലാ നേതാക്കൾ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി ഉൾപ്പെടെയുള്ള UDFൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കളോടൊപ്പമാണ് അദ്ദേഹം ഇപ്പോൾ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി കലക്ടറേറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. 2 മണിയാണ് അദ്ദേഹത്തിന് ജില്ലാ കളക്ടർ നൽകിയിട്ടുള്ള സമയം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കൃത്യമായ രീതിയിൽ 2 മണിക്ക് കൃത്യമായി കലക്ടറേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കൂടുതൽ ആവേശത്തിലേക്ക് പോവുകയാണ്. അതികഠിനമായ ചൂടുണ്ട്. ആ ചൂടിനൊപ്പം തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടും ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. കെ സുധാകരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി കലക്ട്രേറ്റിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഓക്കെ, കെ സുധാകരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി കലക്ട്രേറ്റിലേക്ക്, കലക്ടറുടെ ചേംബറിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജുൻ, എത്ര സെറ്റ് നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിക്കുക? അത്തരം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് 2 സെറ്റ് പത്രികയാണ് ഇപ്പോൾ കെ സുധാകരൻ നൽകുക എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും മത്സരരംഗം കൂടുതൽ ചൂടാവുകയാണ്. മത്സര ചിത്രവും വ്യക്തമാവുകയാണ്. ആദ്യഘട്ടം മുതൽ തന്നെ ആദ്യഘട്ടത്തിൽ ചെറിയ തോതിൽ സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മത്സരിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ കൂടി പിന്നീട് അതിശക്തമായ രീതിയിൽ തന്നെ കെ സുധാകരൻ മത്സരരംഗത്തേക്ക് നിലയുറപ്പിക്കുകയായിരുന്നു. എന്തായാലും കെ സുധാകരൻ ഇപ്പോൾ കലക്ട്രേറ്റിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ചടങ്ങിലേക്ക് കടക്കുകയും ചെയ്യും. UDFൻ്റെ ജില്ലാ നേതാക്കളോടൊപ്പം തന്നെയാണ് അദ്ദേഹം ഇവിടത്തേക്ക് എത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള നേതാക്കളും ഇതിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. DCC ഭാരവാഹികൾ, അതുപോലെ തന്നെ ജില്ലാ UDFൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള അബ്ദുൽ കരീം ചേലേരി തുടങ്ങിയിട്ടുള്ള നേതാക്കളും അദ്ദേഹത്തോടൊപ്പം തന്നെ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. നൂറുകണക്കിന് പ്രവർത്തകരോടൊപ്പം വലിയ റോഡ് ഷോയാണ് അദ്ദേഹം കലക്ട്രേറ്റിന് 100 മീറ്റർ അകലെ വരെ എത്തിയത്. കലക്ട്രേറ്റിന് മുന്നിൽ നിരോധനാജ്ഞ നിലനിൽക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഈ മേഖലയിലേക്ക് പ്രവർത്തകരോടൊപ്പമുള്ള റോഡ് ഷോ ഒഴിവാക്കിയത്. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 5 പേരോടൊപ്പമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട സുധാകരനോടൊപ്പം 5 പേർക്ക് മാത്രമാണ് ഈ കലക്ടറുടെ ചേംബറിനകത്ത് പ്രവേശനമുള്ളത്. നാമനിർദ്ദേശ പത്രിക നൽകാനെത്തുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും അത്തരത്തിലാണ് അനുമതി നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ 5 പേർ മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുള്ളത്. കണ്ണൂരിലെ UDFൻ്റെ 2 MLA മാർ, അതായത് പേരാവൂർ MLAയും അതുപോലെ തന്നെ ഇരിക്കൂർ MLAയും അദ്ദേഹത്തിനൊപ്പം തന്നെയുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ചൂടുപിടിക്കുന്നു. അല്പസമയത്തിനകം തന്നെ കെ സുധാകരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യും. ബിനിൽ. ഓക്കെ, കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥിയും KPCC പ്രസിഡന്റുമായിട്ടുള്ള കെ സുധാകരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി കലക്ടറുടെ ചേംബറിലേക്ക് എത്തിയിരിക്കുകയാണ്. 2 സെറ്റ് നാമനിർദ്ദേശ പത്രികകളായിരിക്കും അദ്ദേഹം ജില്ലാ കളക്ടർക്ക്, വരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർക്ക് മുമ്പാകെ സമർപ്പിക്കുക. രാവിലെ കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള MV ജയരാജൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. BJPയുടെ സ്ഥാനാർത്ഥി C രഘുനാഥ്, മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള C രഘുനാഥും അവിടെ നാമനിർദ്ദേശ പത്രിക, കണ്ണൂരിൽ NDA സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. കെ സുധാകരൻ കൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതോടെ കണ്ണൂരിലെ മത്സര ചിത്രം വ്യക്തമാവുകയാണ്.
സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിൻ്റെ ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. NDAയുടെയും UDFിൻ്റെയും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള VVIP സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്.